കോട്ടയം കുറവിലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തമറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയത്തിലെ 3 നോമ്പ് തിരുനാളിന്റെ ഭാഗമായാണ് കപ്പൽ പ്രദക്ഷിണം ചടങ്ങ് നടന്നത്. പള്ളിമുറ്റത്തെ കുരിശിനു ചുറ്റുമാണ് വിശ്വാസികൾ കപ്പൽ കൈകളിൽ വഹിച്ച് പ്രദക്ഷിണം വയ്ക്കുക. കപ്പൽ കടൽത്തിരകളിൽ ആടിയുലയുന്ന പ്രതീതി വരുത്തുന്ന വിധം വിശ്വാസികൾ കപ്പൽ ഉലയ്ക്കും. കപ്പലിലുള്ള യോനാ പ്രവാചകന്റെ രൂപത്തെ കടലിലേക്ക് എറിയുന്നതായി സങ്കല്പിച്ചാകും പ്രദക്ഷിണം അവസാനിപ്പിക്കുക. ഏറെ വിചിന്തനീയമായ രംഗങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നിനിവേ യാത്രയുടെ പ്രക്ഷുബ്ധമായ കടലിന്റെ യോനാ പ്രവാചകന്റെ കപ്പൽ യാത്രയെ അനുസ്മരിച്ചാണ് നൂറ്റാണ്ടുകളായി ഈ ചടങ്ങ് നടക്കുന്നത്. പാരമ്പര്യമായി ചടങ്ങിൽ കപ്പൽ വഹിക്കുന്നത് കടപ്പൂർ നിവാസികളാണ്. കപ്പൽ യാത്ര നടത്തിയപ്പോൾ കടൽക്ഷോഭം ഉണ്ടാവുകയും കുറവിലങ്ങാട് മാതാവിനെ പ്രാർത്ഥിച്ചപ്പോൾ കടൽ ശാന്തമാവുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ഈ സംഭവത്തെ തുടർന്ന് കടപ്പൂർ നിവാസികൾ നേർച്ചയായി സമർപ്പിച്ചതാണ് കപ്പൽ എന്നാണ് ചടങ്ങിന് പിന്നിലുള്ള ഐതിഹ്യമെന്നും പറയപ്പെടുന്നു. പെരുന്നാളിന് ആനയെ എഴുന്നള്ളിക്കുന്ന പള്ളി കൂടിയാണ് കുറവിലങ്ങാട് പള്ളി. നൂറുകണക്കിന് വിശ്വാസികളാണ് കപ്പൽ പ്രദക്ഷിണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത്. മലയാളം ന്യൂസ്, കോട്ടയം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.